പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കും. ഇതാരാണ് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ കർത്താവാണ് പറഞ്ഞത്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ. ഒന്നാമത് പറയുകയാണ്, ദൈവം നമ്മളോട് പറയുകയാണ്, ഒന്നാമത് ദൈവം നമ്മളെ വീണ്ടെടുത്തു. എന്തിൽ നിന്ന് വീണ്ടെടുത്തു? പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഒന്നാമത് നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ നഷ്ടപ്പെട്ടൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടെടുപ്പ് നടക്കാൻ കഴിയൂ. ഹല്ലേലൂയ, സ്തോത്രം. ആദാമിന്റെ പാപത്താൽ മനുഷ്യൻ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ അയച്ച് പുത്രൻ്റെ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തു. 1 പത്രോസ് 1:18-19 പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നമ്മുടെ നടപ്പിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തത്താലത്രേ. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒന്നാമത് അവൻ നമ്മെ വീണ്ടെടുത്തു. തൻ്റെ പുത്രൻ്റെ രക്തത്താൽ ദൈവം നമ്മളെ വീണ്ടെടുത്തു. രണ്ടാമത് നമ്മളെ പേർ ചൊല്ലി വിളിച്ചു. നമ്മുടെ അമ്മ നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നതിന് മുമ്പേ ഭൂമിയുടെ അധോഭാഗത്ത് നമ്മൾ ഇരുന്നപ്പോൾ നമ്മളെ പേർ ചൊല്ലി വിളിച്ചവനാണ് നമ്മുടെ കർത്താവ്. 139 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ ദൈവമാണ് നമ്മളെ പേർ ചൊല്ലി വിളിച്ചത്. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ പേർ ചൊല്ലി വിളിച്ചു. എന്നിട്ട് പറയാണ്, നീ എനിക്കുള്ളവനാണ്. നമ്മൾ മറ്റുള്ളവർ ആർക്കും ഹല്ലേലൂയ വേണ്ടിയുള്ളവരല്ല, നമ്മൾ കർത്താവിന് വേണ്ടിയുള്ളവരാണ്. അങ്ങനെ നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ പേർ ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന പ്രതിസന്ധിയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഇസ്രായേൽ മക്കൾ വെള്ളത്തിൽ കൂടി പോയി അല്ലേ? വെള്ളത്തിൽ കൂടെ കടന്നു, കടലിൽ കൂടെ കടന്നുപോയി. കടൽ എന്ത് ചെയ്തു? കര പോലെ അവർക്ക് മുമ്പിൽ തുറന്നു വന്നു. ദൈവം ഒരു കിഴക്കൻ കാറ്റെടുപ്പിച്ചു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ നീർത്തോടുകൾ കാണാമെന്ന മോശ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകത്താൽ ചെങ്കടൽ വിഭജിക്കുകയായിരുന്നു. നദികളിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് അവ നിന്റെ മീതെ കവിയുകയില്ല. നദികളെ പോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഏലീശയുടെ പുറകെ പോയ ഏലിയാവിന്റെ പുറകെ പോയ ഏലീശയെ പറ്റി നമ്മൾ കാണും. ഏലിയാവ് അവസാനം ചെയ്ത അത്ഭുതം ഏലീശ ഫസ്റ്റ് ചെയ്ത് യോർദാനെ വിഭജിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോവുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. തീ പോലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷേ